എല്ലാവർക്കും നമസ്കാരം. മഹാകാളി ഹീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ആളുകൾ കുറേ പേര് നേരിട്ട് കാണണമെന്ന് നിർബന്ധം പിടിക്കാറുണ്ട്. സാറിന് ഒന്ന് നേരിട്ട് ഞങ്ങൾക്ക് കാണാം, നേരിട്ട് ഇരുന്ന് സാറിൻ്റെ അടുത്ത് ഇരുന്ന് കൺസൾട്ടേഷൻ ചെയ്യണം, സാറിൻ്റെ അടുത്ത് ഇരുന്ന് ഇത് ഹീലിംഗ് ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കോളിങ് ചെയ്യരുതെന്ന് ഞാൻ പറയാറുണ്ട്, എന്നാലും ആൾക്കാർ വിളിക്കാറുണ്ട്. പക്ഷേ നേരിട്ട് കാണുന്ന അതുപോലെയല്ല. നേരിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപൂർവം ചില ആൾക്കാരെ മാത്രമാണ് ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടുള്ളൂ. അത് റിക്കി പഠിക്കാനായിട്ട് വരുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ചില ആളുകൾ മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇത്രയധികം ആളുകൾ വന്നു പോകുന്നതാണെങ്കിലും നേരിട്ട് കാണാറില്ല. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നിങ്ങളെ വന്ന് എൻ്റെ മുമ്പിൽ ഇരുന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ബ്ലാക്ക് എനർജീസ് നിങ്ങളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ സോളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുള്ളവരാണല്ലോ എന്നെ കാണാൻ വേണ്ടി വരുന്നത്. അത് ശുദ്ധീകരിക്കാനും അതിന് മാറ്റാനാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എൻ്റെ എനർജി അത് ഭയങ്കരമായിട്ട് ബാധിക്കും. എൻ്റെ എനർജിനെ ബാധിക്കുന്നു എന്ന് വെച്ചാൽ ആ സാധനം എൻ്റെ ശരീരത്തിലേക്ക് പെട്ടെന്ന് കയറി അറ്റാച്ച് ചെയ്യും. അപ്പോൾ എനിക്ക് വീഡിയോ കോളിൽ ഇരുന്ന് ചെയ്യുന്ന പോലെ ഫ്രീ ആയിട്ടിരുന്നിട്ട് ഈ റിലീസിങ് പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകൾ വരും പ്രാക്ടിക്കലായിട്ട് നേരിട്ട് നമ്മൾ കാണുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരരുത്, എന്നെ കാണണ്ടെന്ന് ഞാൻ പറയുന്നത്. അത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് പല മോശമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ഈ കൂട്ടത്തിൽ നമ്മുടെ ഈ മേഖലകളിലുണ്ട്. ആത്മീയവാദയിൽ ഒരുപാട് പേര് നമ്മുടെ നല്ല ആൾക്കാരുടെ പേര് മോശമാക്കുന്ന ഒത്തിരി പേര് ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് കംപ്ലയിൻസുകൾ ഒരുപാട് പേരും പലരെ പറ്റിയും പറയാറുണ്ട്. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്നതായ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക എന്നുള്ള ലക്ഷണം കൂടി അല്ലെങ്കിൽ ഒരു ലക്ഷ്യം കൂടി എനിക്ക് ആ കാര്യത്തിൽ ഞാനത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാനത്. രണ്ട് കാര്യമുണ്ട്. ഒന്ന് മെയിൻ കാരണം മറ്റതാണ്, രണ്ടാമത്തെ കാര്യം ഇതുമാണ്. അപ്പോൾ അങ്ങനെ രണ്ട് കാര്യം കൊണ്ടാണ് ഞാനത് ആ ഒരു കാര്യം അവോയ്ഡ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ സാഹചര്യങ്ങൾ നന്നായിട്ട് കുറേ വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ആളാണ്. നമ്മളെ ഈ കേരളത്തിലുള്ള ആളുകളുടെ രീതികളും ഇവിടെയുള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങളും അത്തരം വിഷയങ്ങളൊക്കെ ഇതിന് ആത്മീയ പാതയിൽ നിൽക്കുന്ന ആളുകളെ നമ്മളിവിടെയുള്ള ആളുകൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ സയൻറ്റിഫിക് അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ മെക്കിട്ടേറുന്ന ആൾക്കാരുണ്ട്, പുച്ഛിക്കുന്ന ആൾക്കാരുണ്ട്, ഇതെല്ലാം തട്ടിപ്പാണെന്ന് പറയുന്ന ഒരു ആൾക്കാർ വേറെ ഉണ്ട്. അപ്പോൾ ആൾക്കാരെ നേരിട്ട് നമ്മൾ കണ്ട് ഒരു ആർഗ്യുമെൻറ്റിനോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾക്കൊന്നും നമുക്ക് ഒരു താല്പര്യമില്ല. കാരണം എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷത്തിലേക്ക് പോകാമെന്നുള്ളതാണ്. ഞാൻ ആ ഹീലിംഗ് പരിപാടി ചെയ്യാന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ അതിൻ്റെ പാതയിലാണ് സഞ്ചരിക്കുന്നത്, മോക്ഷത്തിൻ്റെ പാതയിലേക്ക്. അപ്പോൾ ആ പാതയിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നിമിത്തം പോലെ വന്ന് പെട്ട ഒരു കാര്യമാണ് ഈ ഹീലിംഗ് ചെയ്യുക അല്ലെങ്കിൽ ബാധന ഒഴിപ്പിക്കുക എന്നൊക്കെ ഉള്ളത്. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ദേവി വന്നിട്ട് നമ്മളോട് പറയുകയാണ് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കവിടെ ചെയ്യാതിരിക്കാൻ ഒരു നിർവാഹമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഞാൻ ഇതുപോലെ തന്നെയാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ റെക്കിയുടെ ക്ലാസ്സുകൾക്ക് മാത്രമാണ് ആൾക്കാരെ ഞാൻ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറയാറുള്ളൂ. നേരിട്ട് മാത്രമേ നമ്മൾ ദീക്ഷ കൊടുക്കാറുള്ളൂ. ഓൺലൈനിൽ ദീക്ഷ പരിപാടി നമുക്കില്ല. പക്ഷേ അതിപ്പോൾ ക്ലാസ്സുകൾ വളരെ കുറവാണ്. ക്ലാസ്സുകൾ വയ്ക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഹീലിങ്ങിന് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സോൾ റിലീസ് പ്രോഗ്രാം, അബോർഷൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിന് തന്നെ നമുക്ക് സമയങ്ങൾ തികയാത്തതുകൊണ്ട് തൽക്കാലം റെക്കിയുടെ ക്ലാസ്സുകളൊന്നും ഉടനെ നമുക്ക് വെക്കാനായിട്ട് ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്, പഠിപ്പിക്കാൻ ആഗ്രഹമില്ലാണ്ടല്ല. അപ്പോൾ ഏതായാലും ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നേരത്തെ എൻ്റെ അടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരാൾ നേരിട്ട് മാത്രമാണെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ പോരെ, നിങ്ങൾ നേരിട്ട് ചെയ്യണോ ഓൺലൈനിൽ ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ട. അത് ചെയ്യാൻ എനിക്ക് കഴിയുന്നതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആദ്യം വന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചെയ്തിട്ട് പോയി. ഇതുപോലെ വീഡിയോ കോളിൽ വന്നിരുന്ന് ചെയ്തിട്ട് പോയി. അപ്പം നമ്മളത് റിലീസ് ചെയ്ത് കൊടുത്തു. സോൾ റിലീസായിരുന്നു, ഈ അബോർഷൻ സോളായിരുന്നു. കാരണം അബോർഷൻ സോളിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്തേക്കണതിൽ നല്ല റിസൾട്ടുകൾ ഇഷ്ടം പോലെ കിട്ടിയ അനുഭവങ്ങളുണ്ട്. ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനുഭവങ്ങളും മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാവരുടെയും കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞു കേട്ടോ. കാരണം എല്ലാവരും അത് ചെയ്തു പോയിട്ട് പിന്നെ എല്ലാവരും ഒന്നും റിപ്പോർട്ട് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശരിയായെന്നോ ശരിയായില്ലെന്നോ എല്ലാവരും പറയാറില്ല. പക്ഷേ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കുകൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ വീഡിയോ കോളിൽ നിങ്ങൾ ചെയ്താലും ഫോട്ടോ വെച്ച് ചെയ്താലും റിസൾട്ട് ആ എനർജിയുടെ കാര്യത്തിനകത്ത് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ചിലപ്പോൾ നടക്കണമെന്നില്ല. നിങ്ങൾ ഒരു ആഗ്രഹിക്കണം ഇന്ന പോലെ ആവണം, അല്ലെങ്കിൽ അയാൾ ഇന്ന പോലെ പെരുമാറണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം അത് അയാളുടെ ക്യാരക്ടർ, അയാളുടെ സ്വഭാവം, ആ സ്വഭാവം വെച്ചിട്ടാണ് അയാൾ പോവുക. അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ ദൃഷ്ടി, ഇപ്പം നീചഗ്രഹങ്ങളാണ് അയാൾ ഭരിക്കണമെന്നുണ്ടെങ്കിൽ നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി അയാളിലേക്ക് ഉണ്ടെങ്കിൽ ആ നീചഗ്രഹത്തിൻ്റെ സ്വഭാവം അയാൾക്ക് ഉണ്ടാവും. അത് മാറ്റാനായിട്ട് നമുക്ക് പറ്റത്തില്ല. പക്ഷേ ഇതേപോലെ ബാഹ്യമായിട്ട് നമ്മൾ പിടിക്കുന്ന പാരസൈറ്റ്സുകൾ, അതായത് ശത്രുബാധ, പ്രേതങ്ങൾ അല്ലെങ്കിൽ അതേപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മാറ്റിയിട്ട് ആ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങളെപ്പോഴും ഓർമ്മിക്കണം. എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം വരാൻ. അപ്പോൾ വ്യക്തമായിട്ട് ഞാൻ കാര്യങ്ങൾ ഈ വീഡിയോകളിൽ ഒക്കെ പറയുന്നത്, ഇനി അങ്ങോട്ടേക്ക് ആളുകൾ വരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം വരാനായിട്ട്. അല്ലെങ്കിൽ ചെയ്ത ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുക, അങ്ങോട്ട് അടുത്ത് പോയിട്ട് എങ്ങനെയുണ്ട്, വല്ല മാറ്റം ഉണ്ടോ, വല്ല ഗുണമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വരിക. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഞാൻ സെലക്റ്റീവായിട്ടുള്ള കേസുകളെ ഇനി അടുത്ത മാസം പോലെ ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് ഒരു ബോധ്യം വന്ന ആളുകളുടെ കേസുകളെ ഞാൻ എടുക്കുന്നുള്ളൂ. എനിക്ക് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്കുകൾ കുറക്കാൻ പോവുകയാണ്. കാരണം എനിക്കിപ്പോൾ പല കേസുകളും ചെയ്തിട്ട് വയ്യാണ്ടാവുന്നൊരവസ്ഥയിലേക്ക് വന്ന് നിൽക്കുകയാണ് കാര്യങ്ങൾ, വിശ്രമമില്ലാത്ത ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ട്. അതുകൊണ്ട് സെലക്റ്റീവായിട്ടുള്ള കുറച്ച് കേസുകൾ മാത്രമേ ഞാൻ ഇനി എടുക്കുകയുള്ളൂ അടുത്ത മാസം മുതൽ. അത് ഞാൻ വഴിയെ ഞാൻ പറയാം. ഇപ്പോൾ നിലവിൽ പെൻഡിങ് നിൽക്കുന്ന കേസുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് പെൻഡിങ് നിൽക്കുന്നുണ്ട്, അവരെല്ലാം നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.